മലയാളികളും ലാലേട്ടൻ ഫാൻസും ഒരുപോലെ വെയിറ്റ് ചെയ്തിരുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ ഇപ്പോൾ അവൈലബിൾ ആണ്. ലൂസിഫർ എന്ന സിനിമയുടെ വൻപൻ ഹിറ്റിന് ശേഷം എമ്പുരാൻ അഥവാ L2 എന്ന സിനിമയായി വരികയാണ് നമ്മുടെ പൃഥ്വിരാജും മോഹൻലാലും. എമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു രാജാവിനേക്കാൾ വലിയവൻ, എന്നാൽ ഒരു ദൈവത്തേക്കാൾ ചെറിയത് എന്നാണ്. ഇതിന് അധിപൻ എന്നും ഒരു വാക്കുണ്ട്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ പേരെഴുതിയിരിക്കുന്ന ആ ഒരു സ്റ്റൈല് തന്നെയാണ്. അഥവാ എമ്പുരാനിൽ കാണിക്കുന്ന ആ 2 A ആണ് സൂചിപ്പിക്കുന്നത്. ആസ്ട്രം ആർഗൻഡം അഥവാ ഫ്രട്ടേണിറ്റാസ് സട്ടൂണി, ബ്രദർഹുഡ് ഓഫ് സാത്താൻ ആണ് അത് കാണിക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സിനിമയുടെ ഇലുമിനാറ്റിയും അതായത് സാത്താനിക് വെർഷനുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ കൂടുതലായിട്ട് ഈ വെർഷനുകളൊക്കെ നമുക്ക് കാണിക്കുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ടീസർ ഇറക്കാനായി പൃഥ്വിരാജ് ഉപയോഗിച്ചിരിക്കുന്ന സമയമാണ്. അതായത് ജനുവരി 26 സമയം 7:07 ഈ ഒരു സിനിമയുടെ ടീസർ ഇറക്കിയിരിക്കുന്നത്. 707 അതായത് ഏഞ്ചൽ നമ്പർ ആണ് 707. യു ആർ ഓൺ ദ റൈറ്റ് പാർട്ട് ഓഫ് യുവർ സ്പിരിച്വൽ ജേണി, അതായത് നിങ്ങൾ ആത്മീയ യാത്രയിൽ നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നുള്ളതാണ് ഈ സമയക്രമം നിങ്ങളെ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഈ സിനിമയുടെ ടീസറിന്റെ ഡ്യൂറേഷൻ 2 മിനിറ്റ് 23 സെക്കൻഡ് ആണ്. അതിലൂടെയും പൃഥ്വിരാജ് എന്ന സംവിധായകൻ നമുക്ക് ഒരുപാട് ആശയങ്ങളാണ് നമുക്ക് തരുന്നത്. 223 എന്നതും ഏഞ്ചൽ നമ്പർ തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുകയും നിങ്ങളുടെ രക്ഷാധികാരി മാലാഖമാർ നിങ്ങളോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ലൂസിഫർ എന്ന് പറയുന്നത് പണ്ട് ദൈവത്തിൻ്റെ ഒരു മാലാഖയായിരുന്നു. അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ആ മാലാഖയാണ് ലൂസിഫർ എന്ന സാത്താനിക് സ്വഭാവമുള്ള ആ ഒരു മാലാഖ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ടീസർ ഇറങ്ങുന്നതിന് മുൻപേ ടൊവിനോയുടെ ബർത്ത്ഡേ ദിവസം ഒരു പോസ്റ്റർ വന്നിരുന്നു. ടൊവിനോ അതായത് PKRന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന നമ്മുടെ ജതിൻ രാമദാസിന്റെ ഒരു ഫോട്ടോ. ആ ഫോട്ടോയുടെ സൈഡ് ഭാഗങ്ങളിലായിട്ട് കാണിച്ചിരിക്കുന്ന 1-2 കാര്യങ്ങൾ രാംദാസിനെ സാത്താനിക് റിലേഷൻ അല്ലെങ്കിൽ സാത്താനിക് വേർഷനുമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സാത്താനിക് സിമ്പിളുള്ള ആ ഒരു ചിത്രം നമ്മളെ പല കാര്യങ്ങളും ആലോചിക്കുന്നു. അതായത് ഈ സിനിമയുടെ ടാഗ് ലൈനായ ബ്ലഡ്, ബ്രദർഹുഡ്, ബിട്രയൽ, അതിൽ ഒന്നാണോ ടൊവിനോ എന്ന് തോന്നിപ്പോകുന്നു. അതായത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് മുൻപത്തെ ലൂസിഫറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന പല രംഗങ്ങളും PKRനെ അത്ര നല്ല രീതിയിലല്ല കൊണ്ടുപോയിട്ടിരിക്കുന്നത്, അതായത് നല്ല രീതിയിലല്ല കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് മരിച്ചു പോയെങ്കിലും ആ ഒരു പ്രതിമയും കാര്യങ്ങളും ഒന്നും നല്ല രീതിയിലല്ല അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അധികാരം കിട്ടുന്നത് വരെ ടൊവിനോ ഒരു സ്വഭാവവും അധികാരം കിട്ടിയതിന് ശേഷം മറ്റൊരു സ്വഭാവവുമായി മാറിയതും ആവാം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. ലൂസിഫറിൽ ഗോവർദ്ധൻ പറഞ്ഞതുപോലെ ലൂസിഫർ എന്ന ഈ ഒരു കഥാപാത്രം പണ്ട് ഇറാഖിലും പിന്നെ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ യുദ്ധത്തിന് ശേഷം കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു വലിയ ഡോണാണെന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. പല ഷോട്ടുകളിലും ആ കാറുകളും ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഓർമ്മിക്കലായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കലായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ടീസർ റിലീസിൻ്റെ സമയത്ത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത് UK, US, ദുബായ് എന്നീ സ്ഥലങ്ങളിലാണെന്ന്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കണ്ടുപിടിക്കലിനും കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. അതായത് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, ഈ സിനിമയിലെ യഥാർത്ഥ വില്ലൻ സയ്യദ് മസൂദ് ആണോ അതോ നമ്മുടെ ടൊവിനോ ആണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വില്ലൻ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. എന്തായാലും സിനിമയുടെ ഭൂരിഭാഗവും വിദേശ ഭാഗങ്ങൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു വമ്പൻ ലുക്കിലായിരിക്കും നമ്മുടെ പൃഥ്വിരാജും ലാലേട്ടനും ഒക്കെ ഈ സിനിമയിൽ തിളങ്ങി കാണാൻ പോകുന്നത്. ലൂസിഫർ എന്ന സിനിമയിലെ വളരെ ചെറിയൊരു ഭാഗങ്ങൾ മാത്രമാണ്, അതായത് ഖുറേഷി എബ്രഹാമിൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂസിഫർ എന്ന സിനിമയിൽ വളരെ ചെറുതായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഖുറേഷി എബ്രഹാമിൻ്റെ ഒരു ശരിക്കുമുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം ആവാനുള്ള ഒരു സാഹചര്യമൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഞ്ജു വാര്യരൊന്നും ഒരു ഈ സിനിമയിൽ അത്രയധികം വലിയൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസോ അല്ലെങ്കിൽ ക്യാരക്ടർ കാണിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. പറഞ്ഞതുപോലെ ഭൂരിഭാഗങ്ങളും ഖുറേഷി എബ്രഹാമിൻ്റെ പഴയ കഥകളും ഖുറേഷി എബ്രഹാം ഇനി നേരിടാൻ പോകുന്ന ഇന്റർപോൾ അടക്കമുള്ള ഒരുപാട് കടമ്പകളും
ഖുറേഷി എബ്രഹാം ടീമും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണെന്ന് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ ഒരു ടീസറിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടീസർ കണ്ടിട്ട് എന്താണ് തോന്നിയെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ടീസർ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മാർച്ച് 27-ാം തീയതി ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ സിനിമയുടെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ കൂടി ഇറങ്ങുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഒരു ട്രെയിലറും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുന്ന മോഹൻലാൽ ഫാൻസും അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസും പൃഥ്വിരാജ് ഫാൻസൊക്കെ എത്ര പേരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം എത്ര പേരാണ് നമ്മുടെ വീഡിയോ ഈ ലാലേട്ടൻ ഫാൻസും പൃഥ്വിരാജ് ഫാൻസൊക്കെ കാണാൻ പോകുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും.